യശോദ ചേച്ചി, ഒരു ചായ. യശോദ ചേച്ചി. അമ്മ ഇവിടെ ഇല്ല. എവിടെ പോയതാ? കൊലയ്ക്ക് പോയതാ. കൊല നടത്താനോ? കൊല നടത്താനല്ല, ടൗണിൽ വാഴക്കൊല വാങ്ങാൻ പോയതാ. ഓ അതാണോ? ഞാൻ കരുതി ഭാരതി, ജയഭാരതി. ദേ ഇവിടെ നിൽക്കി. വേണ്ട വേണ്ട, ദേ കട തുറന്നിരിക്ക. അമ്മ ഇപ്പൊ വരും. കൊറേ നേരത്തേക്ക് ആ തള്ളയുടെ കാര്യം പറഞ്ഞ എന്റെ മൂട് കളയല്ലേ. എന്റെ ജയഭാരതി കുട്ടിയല്ലേ, പ്ലീസ് ഇവിടെ വന്നിരിക്കും. വേണ്ട വേണ്ട, കാണുമ്പോഴേ കൊഞ്ചലേ ഉള്ളൂ. എല്ലാ ആണുങ്ങളും ഇങ്ങനെ. എല്ലാ ആണുങ്ങളും? ഞാനല്ലാതെ മറ്റു വേറെ ഏതൊക്കെ ആണുങ്ങൾ അറിയാടി? നീലക്കുയിലെ സത്യൻ മിസ് കുമാരിയോട് എന്താ കാണിച്ചേ? ചെമ്മീനിലെ മധുശീലയോട് എന്താ കാണിച്ചേ? പഞ്ചതന്ത്രത്തില്, ചന്ദന ചൊരയില് ഈ ആണുങ്ങളൊക്കെ എങ്ങനെയാ? ഏത് പെണ്ണ് സഹിക്കുത്? പണ്ടാരടങ്ങാൻ എടി, അതൊക്കെ സിനിമയാണ്. ഇവക്ക് ജയഭാരതി എന്ന് പേരിട്ട് ആ തന്തേൻ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ദേ എന്റെ തന്തയ്ക്ക് പറഞ്ഞാലുണ്ടല്ലോ, ഈ പശുവിനെയും കാളനെയും ഒക്കെ മോഷ്ടിക്കുന്ന നേരം കൊണ്ട് എന്നെ ഒന്ന് മോഷ്ടിച്ചോണ്ട് പൊയ്ക്കോടെ രമണേട്ടന്. പോകൂടി പോകും. തച്ചോളി ഒതലിലെ സത്യനെ പോലെ, പാലാട്ട് കുഞ്ഞിക്കണ്ണലെ പ്രേം നസീറിനെ പോലെ, ആവേശത്തിലെ ജയനെ പോലെ ഒരു നിലാവുള്ള അർദ്ധരാത്രിയിൽ ഒരു വെള്ള കുതിരപ്പുറത്ത് ഞാൻ ചീറിപ്പാഞ്ഞിവിടെ എത്തും. എന്നിട്ട് എലിപ്പാഷാണവും ചിറ്റൊന്റിയും സമാസമം ചേർത്ത മിശ്രിതം ഉറങ്ങിക്കിടക്കുന്ന എന്റെ തള്ളയുണ്ടല്ലോ പൂതന, അവരുടെ വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ വരിയാക്കി കിടത്തും. എന്നിട്ട് നിന്നെയും കട്ട കട്ടകാശത്തോടുകൂടി ഈ രമണനൊരു പോക്കുണ്ട്. ജയഭാരതി, എത്ര നേരമായി ഞാൻ വിളിച്ചു പോയിക്കൊണ്ട് ഓടുന്നു അറിയാമോ? മതിലേട്ടനായിരുന്നോ? ഞാൻ കരുതി ഏതെങ്കിലും പൂവാഴന്മാരായിരിക്കും. അമ്മ പറഞ്ഞിട്ടുണ്ട് കുളിക്കാൻ പോകുമ്പോ ആര് വിളിച്ചാലും തിരിഞ്ഞു നോക്കരുതെന്ന്. എന്താ കാര്യം? എനിക്ക് ജയഭാരതി ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എത്ര കാലമായി ഞാൻ മനസ്സിലിട്ടുകൊണ്ട് നടക്കണമെന്ന് അറിയോ? പിന്നെന്താ പറയാത്തെ? അതിനാ മരണം, ആ രമണൻ പുറകിന്ന് മാറിയിട്ട് വേണ്ടേ? രമണേട്ടൻ ഉണ്ടെങ്കി ഇപ്പൊ എന്താ? അവൻ ആളി ശരിയല്ല. ആര്? രമണേട്ടനോ? ആ, അവന്റെ കളർ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ? ജയഭാരതി കുട്ടിയെ അവനെ മാസം തയ്യാതെ പറ്റതാ. അവന്റെ അളിഞ്ഞ മോന്തയും ആ ചീവീട് പോലത്തെ ശബ്ദവും ഇനി ഞാനായിട്ടൊന്നും പറയുന്നില്ല. മദനേട്ടൻ എന്താ പറയണ്ടേ? അതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും മദനേട്ടൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കണ്ടിട്ടുണ്ടോ? എവിടെ എവിടെ? എനിക്കും കൂടെ കാണിച്ചതാ. അതല്ല, സിനിമ. അതില് ശങ്കര പൂർണിമയോട് പറയും പോലെ പറഞ്ഞാ മതി. ഓ, അതൊക്കെ പണ്ട് കണ്ടതാ, ഇപ്പൊ ഓർമ്മയില്ല. ഈ മദനേട്ടന്റെ ഒരു കാര്യം ഇതങ്ങോട്ട് പിടിച്ചേ. ഇങ്ങനെ പറ. പ്രഭേ, നിന്നെ കാണുമ്പോൾ എന്റെ മനസ്സിലെ താഴ്വരകളിലെങ്ങോ മഞ്ഞുരുകുന്ന ഒരു അനുഭൂതി. ഒരു മഞ്ഞുകൂട്ടി പക്ഷി. എന്ത് കൂട്ടി പക്ഷി? അതാ സിനിമയിൽ ഒരു പക്ഷിയാ. ഒരു മഞ്ഞുകൂട്ടി പക്ഷി പറന്നണയുന്ന പോലെ ഇങ്ങനെ പറഞ്ഞാ മതി. പറ മതിലേട്ടാ. ഞാൻ പറയാമേ. പറ. നിന്നെ കാണുമ്പോൾ നാളം കൊണ്ടെന്റെ മനസ്സിന്റെ താഴ്വരയിലെങ്ങോ മഞ്ഞുരുകുന്ന അനുഭൂതി. ഒരു മഞ്ഞു കുട്ടി പക്ഷി പറന്നിറങ്ങി വന്നു. അമ്മയ്ക്ക് എപ്പ വന്നു ഞാൻ പറഞ്ഞ? നിന്റെ താഴ്വരയിൽ ഞാൻ മഞ്ഞ് ഉരുക്കി തരാമടാ. ഇതിനാണല്ലേ പമ്മി ചായക്കടയിൽ വേണത്.